നന്നായിട്ടുണ്ടാ? അവിടെ റമദാന്റെ എന്തൊക്കെയോ പരിപാടി നടക്കുകയാണ്. എന്തൊക്കെ കഴിക്കുന്നൊക്കെ കാണാനുണ്ട് അവിടെ സ്റ്റേജില്. എന്തോ അവിടെ കാര്യമായിട്ട് ഇരുന്നിട്ട് അമ്മക്കണുണ്ടായിരുന്നല്ലോ. ഒറ്റയ്ക്കിരുന്ന് നല്ല വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ. എന്തായാലും രാവിലെ ഒരു സങ്കടം, ഒരു ചമ്മൽ എല്ലാം ജീവിതത്തിൽ വന്നെങ്കിലും ഈവനിങ് ആയപ്പോഴേക്ക് അതൊക്കെ മാറിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് അമ്മനെ കൊണ്ട് ഒരു ഇന്റർവ്യൂവിന് പോവാണ്. എന്താകും, ഏതാകും, സക്സസ് ആവോ ഇല്ലയോ, നമ്മളെ ഉദ്ദേശിക്കുന്ന സാലറി അവിടെ നിന്ന് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം, ഞാൻ പറയാം. എല്ലാം കിട്ടി കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആണെങ്കിൽ റിവീൽ ചെയ്യാം. ഒരു കോമഡി നടന്നു ഗൈസ്. ഞങ്ങൾ ചുമ്മാ ഒന്ന് വിളിച്ച് നോക്കി ആ നമ്പറിൽ, സ്കൂളിൻ്റെ. അവിടെ എന്താ സംഭവം എന്നറിയോ? 4ാം ക്ലാസ് വരെയുള്ള സ്കൂളിലേക്കാണ് ഇപ്പോൾ വേക്കൻസി ഉള്ളത്. അതിലേക്കാണ് ഇപ്പോൾ ടീച്ചർ ആവശ്യമുള്ളത്. അതിന് പോട്ട കാര്യമില്ലല്ലോ ഇപ്പോൾ അക്കൗണ്ടൻസി എടുക്കുന്ന ഒരാൾ. അതുകൊണ്ട് ഞങ്ങൾ ഇൻ്റർവ്യൂവിന് തന്നെ പോകണ്ട എന്ന് വെച്ചു. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ +1 +2 വേക്കൻസി ഇല്ല. വരട്ടെ, അപ്പം നോക്കാം. എന്തായാലും ഇപ്പോൾ പ്രൈമറി സ്കൂളിലേക്ക് എന്തായാലും പോകാൻ താല്പര്യമില്ല. ആ ചമ്മി മുഖന്ന് കാണാത്തെ. ഇയാൾ CBSE ആണ്, അക്കൗണ്ടൻസി എടുക്കാന്നൊക്കെ കരുതിയിരിക്കുന്നില്ലേ പ്രിപ്പറേഷനൊക്കെ വെച്ച്? ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. നാലിന്ന് റിഫ്രഷ്മെന്റ് ചെയ്ത്, നേരത്തെ നീട്ട് റിഫ്രഷ്മെന്റ് ചെയ്ത് എല്ലാം ആക്കി. ആയിക്കോട്ടെ, ഓൾറെഡി നമ്മൾ ഒരെണ്ണം അറ്റൻഡ് ചെയ്തിട്ട് അവർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് വെയിറ്റ് ചെയ്യാമല്ലോ. ഇതില്ലെങ്കിൽ ഇനി ഒന്ന് എത്രത്തെ സ്കൂൾസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഞാൻ ഹയർ സെക്കൻഡറി തന്നെ കയറും, ടോപ്പ് സ്കൂളിൽ തന്നെ കയറും. ഞാനിത് എക്സ്പെക്ട് ചെയ്തിരുന്നു. അത് കുഞ്ഞു കുട്ടികൾക്കുള്ള ക്ലാസ് ആണെന്നോ? എന്താ കുപ്പായ കുഞ്ഞു കുട്ടികൾക്കുള്ള ക്ലാസ്സാ. അങ്ങടാണ് വിളിച്ചത്. എന്തിനാ പോണ്? +1 +2 മാത്രം പോയാൽ പോരെ? ദോശമാവ് അരയ്ക്കാനും ഉണ്ട്, നമ്മൾ ഉണക്കി വെച്ച ഗോതമ്പം പൊടിക്കാനും ഉണ്ട്. നേരെ മില്ലിലേക്ക് പോന്നു. ഇതാണ് മില്ല്. തൊട്ടപ്പുറത്തുള്ള വീട് പെയിന്റ് അടിച്ചിട്ട് വെക്കാനുള്ള പരിപാടിയായിരുന്നു. അവർ നല്ല റേറ്റ് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ബ്രോക്കർമാരും വാങ്ങുന്നവരും തമ്മിൽ എന്തൊക്കെ ഒരു കളി നടക്കുന്നുണ്ട്. ബ്രോക്കർമാർ കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവസാനം എന്തുണ്ടാവും, ആ സെയിൽ കൊള്ളാവും. ഇവർക്ക് സാധനം വിറ്റിട്ട് പോകണില്ല. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് അവരെന്ത് തീരുമാനിച്ചു, നേരെ ഇവിടെ തന്നെ വന്നിട്ട് താമസിക്കാം എന്നുള്ളൊരു അഭിപ്രായത്തിലെത്തിയിട്ടുണ്ട്. ചുമ്മാ വാടകയ്ക്കും വിടണ്ട, വിൽക്കുകയും വേണ്ട. നല്ല റേറ്റ് അപ്പോൾ കിട്ടണം, അന്ന് വിറ്റാൽ മതി. ഞാനും പറഞ്ഞു ഓക്കെയാണ്, നല്ല പരിപാടിയാണ്, അങ്ങനെ തന്നെ പോകട്ടെ, അതാണ് നല്ലതെന്ന് പറഞ്ഞു. 1 വർഷമായി വിട്ട് നിൽക്കണം വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പോയിട്ട് വാടകയ്ക്ക് നിൽക്കുകയാണ്. വർക്കാകുന്നില്ല പരിപാടി. ഉച്ചയ്ക്ക് 1 മണി ആവാറായി. ഇപ്പോഴാണ് ആലോചിക്കണം എന്തെങ്കിലും ഉപ്പേരി സാധനങ്ങൾ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ കായപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. കായതാ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവാൻ വെച്ചിരിക്കുകയാണ്. വെന്തതിന് ശേഷം കടുകും മുളകും പൊട്ടിച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കണം, ഉപ്പേരിയാക്കി എടുക്കണം. രാവിലെ അതുപോലെ തന്നെ രാത്രി ഒന്നും ഇപ്പം അമ്മൂന് കുക്ക് ചെയ്യാനേ പറ്റണില്ല. കാരണം ഒന്ന് ട്യൂഷൻ ക്ലാസ് ഉണ്ട്, അപ്പോൾ ഒരുപാട് നേരമാവും. പിന്നെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നെക്സ്റ്റ് ഡേക്കുള്ളത്. പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക. അപ്പോൾ മിക്കവാറും ജോലികൾ നമ്മളൊക്കെ തന്നെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അമ്മൂന് കുറച്ചും കൂടി ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഓവർ ബേർഡൻ ആയിരിക്കും. മാത്രമല്ല നാളെയും ജോലിയുണ്ട്. ലീവ് കിട്ടേണ്ട ദിവസമാണ്, ഞായറാഴ്ചയും പോകേണ്ട അവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ഫാമിലിയുടെ ഭാഗത്തൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ജോലി, വീട് ജോലി എല്ലാം കൂടി നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം നമ്മളെ കൊണ്ട് പറ്റണ അത്രയും നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അങ്ങനെ നമ്മുടെ കായപ്പേരി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് 2 മണിയായി. ലഞ്ച് ടൈം. ചെറുപയർ ദോശ, ഓംലെറ്റ്, കേബേജ് ഉപ്പേരി, കുറച്ച് റൈസ്, കായപ്പേരി, സാമ്പാർ. അവിടെ റമദാന്റെ എന്തൊക്കെയോ പരിപാടി നടക്കുകയാണ്. എന്തൊക്കെ കഴിക്കുന്നൊക്കെ കാണാനുണ്ട് അവിടെ സ്റ്റേജിൽ. എന്തോ അവിടെ കാര്യമായിട്ട് ഇരുന്നിട്ട് അമ്മക്കണുണ്ടായിരുന്നല്ലോ. ഒറ്റയ്ക്കിരുന്ന് നല്ല വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ. ഇംഗ്ലീഷ് മിസ് ഇന്ന ലാസ്റ്റ് ഡേറ്റ് റിവിഷൻ വേണ്ടി വന്നിരുന്നല്ലോ. കഴുത്തില് ഹെഡ് ഭയങ്കര ഫീലായി. ഞാനും 2 വാക്ക് സംസാരിച്ചു. നന്നായിട്ടുണ്ടാ? ഇവിടെ ഈ റോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ കിട്ടണം. നന്നായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് നമ്മളെ വീടിൻ്റെ മുമ്പിലും ഒരു ട്യൂഷൻ്റെ ബോർഡ് വെക്കണം എന്നുള്ളത്. കാരണം നമ്മൾ പല വീടുകളിലും
നമ്മളിത് കണ്ടിട്ടുണ്ട്, ട്യൂഷൻ്റെ ബോർഡൊക്കെ വെച്ച് ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒന്ന് വരിക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. നിങ്ങൾ ഈ ഒരു ഗമ്മ് കണ്ടോ, സിയാൻ പ്രോ എന്ന് പറയുന്നൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിക്കുകയാണെങ്കിൽ, എന്ത് സാധനമാണെങ്കിലും, പ്ലാസ്റ്റിക് ആണെങ്കിലും പേപ്പർ ആണെങ്കിലും ഫ്ലെക്സ് ആണെങ്കിലും നന്നായിട്ട് ഒട്ടും, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും. ഞാൻ ഇപ്പോൾ ഒട്ടിച്ചിട്ട് വന്നേ ഉള്ളൂ, നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മണ്ണിൻ്റെ മുകളിലായാലും പൊടീൻ്റെ മുകളിലാണെങ്കിലും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അള്ളി പിടിച്ച് അതിൻ്റെ മുകളിൽ ഇരുന്നോളും. ഇവിടെ അലക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സർഫ് എക്സലിൻ്റെ മാറ്റിക് ആണ്. സ്മെല്ലിന് വേണ്ടി കംഫർട്ടുമാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ഒഴിച്ചിട്ടുണ്ട്, ഉള്ളിലെത്തിയണോ സാധനം. നാളെ രാവിലെ വേറെ ഒരു സ്കൂളിൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഒരു വലിയ സ്കൂളാണ്, CBSE സ്കൂൾ തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നാളെ ഇൻ്റർവ്യൂ ഉള്ളത്. ഇന്ന് രാവിലെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ചമ്മി പോയ പോലത്തെ കാര്യമല്ല, അത് വലിയൊരു സ്കൂൾ തന്നെയാണ്. അത് +1 +2 തന്നെയാണ് അവർ വിളിക്കുന്നത്. ഞാൻ നെഗോസിയേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ സ്കൂളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാം. എന്തായാലും രാവിലെ ഒരു സങ്കടം, ഒരു ചമ്മൽ എല്ലാം ജീവിതത്തിൽ വന്നെങ്കിലും ഈവനിങ് ആയപ്പോഴേക്ക് അതൊക്കെ മാറിയിട്ടുണ്ട്. ഒരു പ്രതീക്ഷയുടെ ഒരു നാളം കാണുന്നുണ്ട്. അപ്പോൾ അതാ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം. ബൈ.